ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ബെഡിൽ നിന്നൊരു ഷീറ്റ് വലിച്ചെടുത്ത് സോഫയിൽ പോയി കിടക്കുന്നവൾ ആരോ ഒരു വേദനയോടെ നോക്കി നിന്നു. എന്നോ ഇടനെഞ്ചിൽ കയറിയതാണ് ഈ മുഖം. സ്നേഹിച്ചു ഒരുപാട്. അതിൻ്റെ 10 മടങ്ങ് തിരികെയും അവൾ സ്നേഹിച്ചു, പ്രാണനെ പോലെ. ഒത്തിരി ആഗ്രഹിച്ചതാണ് താനും അവളും മാത്രമുള്ള നല്ല നിമിഷങ്ങൾ. വിവാഹം കഴിയുന്നതോടെ അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടി ദാനം കൊടുക്കേണ്ടി വന്നു തൻ്റെയും തൻ്റെ പെണ്ണിൻ്റെയും ജീവിതം. അതിൽ ബലിയാടാകുന്നത് ജനിക്കാനിക്കുന്ന തങ്ങളെ കുഞ്ഞു. സ്വയം വെറുപ്പ് തോന്നിയവന് ഇരു കൈയും തലയിൽ താങ്ങി ബെഡിൽ മുഖം കുനിച്ചിരിക്കുമ്പോൾ ആരവിൻ്റെ കണ്ണുകൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. ഹൃദയം കീറിമുറിയുന്ന വേദനയും. ഇഴഞ്ഞു നീങ്ങിയ മണിക്കൂറിനൊടുവിൽ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലായി വന്ന നിലത്ത് മുട്ടുകുത്തിയിരുന്നു. കണ്ണുകൾ അടച്ചു കിടക്കുന്നവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങി ഉണങ്ങിയ കണ്ണുനീർപ്പാടുകൾ കാണുക വിറച്ചു പോയി അവൻ്റെ ചുണ്ടുകൾ. കണ്ണുകൾ നിറഞ്ഞു വന്നു. മെല്ലെ അവൻ കൈ ഉയർത്തി അവളുടെ വലത് കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. ക്ഷമിക്കാൻ കഴിയില്ലേ പോലെ നിനക്ക് എന്നോട്? ഞാനൊരു പാപിയാടി. കെട്ടിയ പെണ്ണിനെയും ഉണ്ടാക്കിയ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ. വേണ്ടായിരുന്നു ഒന്നും. നിന്നെ സ്നേഹിക്കാൻ പോലും പാടില്ലായിരുന്നു ഞാൻ. അതിനുള്ള അർഹത പോലും എനിക്കില്ലടി. ആ കയ്യിൽ മുഖമമർത്തി അവൻ കരയുമ്പോൾ വിതുമ്പിപ്പോയി ദക്ഷയുടെ ചുണ്ടുകൾ. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയഭാരത്താൽ പിടഞ്ഞു. വിറക്കുന്നവൻ്റെ അതരങ്ങൾ അവളുടെ നെറുകയിൽ അമരുമ്പോൾ കൈ തൻ്റെ തുടുപ്പിന് താങ്ങുന്ന ആ ഉദരത്തിൽ തലോടി. ഒരുപോലെ വിറച്ചു പോയി അവരിരുവരും. കണ്ണുകൾ അണപൊട്ടി ഒഴുകി. ഹൃദയത്തിൽ നിന്ന് ചൂട് ചോര പൊടിഞ്ഞു. നിമിഷങ്ങളോളം അവളിൽ വിശ്രമം കൊണ്ട് അവൻ്റെ ചുണ്ടുകളും കൈകളും അവളിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് ആരവൊന്ന് എഴുന്നേറ്റു. ശേഷം വളരെ ശ്രദ്ധയോടെ മെല്ലെ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ആ വലിയ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്കരികിലായി വന്ന് കിടന്നു. ഉള്ളാലെല്ലാം അറിയുന്നുണ്ടായെന്നെങ്കിലും അപ്പോഴും കണ്ണുകളടച്ച് കിടക്കുകയാണ് ദക്ഷ. ആരവ് മെല്ലെ മെല്ലെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കുമ്പോൾ തങ്ങളിലൂടെ കടന്നു പോകുന്ന ആ തരിപ്പിൽ ഇരുമിഴികളും മെല്ലെ അടഞ്ഞു. വയ്യ അരവേട്ട, ഇനിയുമല്ല ക്ഷമിക്കാൻ എനിക്ക് വയ്യ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നിലെ സ്ത്രീ പോലും എന്നോട് ക്ഷമിക്കില്ല. ദക്ഷയുടെ മനസ്സപ്പോഴും ആരോടൊന്നില്ലാതെ ഒരു വിടുകയായിരുന്നു. മൃദുകണങ്ങൾ ഇറ്റി വീഴ്ത്തിക്കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർന്നുത്തുന്ന ഒരു പൊൻപുലരി. അവളുടെ നീളൻ വിരലുകൾ ആ റെയിലിങ്ങിൽ അമരുന്നതിനൊപ്പം ശരീരത്തിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പിൻ്റെ പ്രതീകമായി പുഞ്ചിരി തൂകുന്ന തേൻചുണ്ടുകളും. അതിരാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ മടി പിടിക്കാതെ കുളിയും കഴിഞ്ഞ് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാണ് മാളു. അഴിച്ചിട്ടിരിക്കുന്ന കറുത്ത ഇരുണ്ട നീളൻ മുടിയിഴകളിൽ നിന്നും വെള്ളത്തുള്ളികൾ പളുങ്ക് പോലെ നിലത്തേക്ക് ഊർന്നു വീണിടിയുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ തണുപ്പാണ്. ആ വലിയ വീടിൻ്റെ 2ാമത്തെ നിലയിൽ നിന്നാൽ കാണുന്നത് അല്പം അകലെയായുള്ള വീതിയുള്ള റോഡും ചീറിപ്പായുന്ന പലയിനം വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ബഹുജനങ്ങളുമാണ്. എല്ലാം ഒരു ചെറു പുഞ്ചിരിയോട് അവൾ വീക്ഷിക്കുമ്പോൾ ആ ഇരു കൈകൾ അവളുടെ പിന്നിലൂടെ ചുറ്റി വരുന്നത്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ വൈഫി. പൗരുഷം നിറഞ്ഞ ആ ശബ്ദത്തിൻ്റെ ഒപ്പം തൻ്റെ അരക്കെട്ടിലൂടെ ചുറ്റിയമർന്ന കൈകളുടെ ചൂടിൽ നിന്ന നിൽപ്പിലൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയവൾ. എന്നാൽ അതിനു മുന്നേ അർജുൻ അവൾ അല്പം കൂടെ തൻ്റെ ശരീരത്തിലേക്ക് അമർത്തിയിരുന്നു. എന്താ മേഡം, ഒരാൾ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യാൻ അറിയില്ലെന്നുണ്ടോ ഈ കുട്ടിക്ക്? അല്പം കളിയായും അല്പം കാര്യമായും എന്ന് ചോദിക്കുമ്പോൾ മാളൊന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. ചേ, ഇതെന്ത് വിഷാടോ? ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന്. അത് പറയുന്നതിനൊപ്പം അർജുൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. തനിക്ക് മുന്നിൽ നേരിയ പരിഭ്രമത്തോടെ നിൽക്കുന്നവളെ കണ്ട് അവന് ചിരിയാണ് വന്നത്. എന്താണ് മാളവിക, ആകെ ഒരു വികാരപരവശയാളെ നിൽപ്പും വിറയിലൊക്കെ. പതിവിന് വിപരീതമാണല്ലോ ഇതൊക്കെ. കുനിഞ്ഞിരിക്കുന്ന അവളുടെ താടിത്തുമ്പ് മെല്ലെ ഉയർത്തിക്കൊണ്ട് അർജുൻ ചോദിച്ചു. അതിന് മറുപടിയായി മാളൽപ്പം അടിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുമലനക്കി. ഒന്നുമില്ലെന്നർത്ഥത്തിൽ. അത് കേട്ട് അർജുൻ അവളെന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ കോഫി എടുക്കാം. അതും പറഞ്ഞപ്പോൾ അവനെ മറികടന്ന് പോകാൻ നിന്നതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വീണ്ടും അവളെ തന്നെ മുന്നിലേക്ക് നിർത്തി. മാളൊരു ഞെട്ടിലോടെ അവനെ നോക്കി. എന്താ? അവളൊന്ന് വിക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അർജുൻ അതിന് മറുപടി പറയാതെ അല്പം കൂടെ അവളിലേക്ക് അടുക്കുമ്പോൾ മാളുവിൻ്റെ കാലുകൾ പിന്നിലേക്ക് ചലിച്ചു. ഒരുതരം വെപ്രാളവും പരവേശവും തന്നിൽ വന്ന് നിറയുന്നതായി തോന്നിയവൾക്ക്. അതിലുപരി ഇത്രയും നാൾ അവനെ കാണുമ്പോൾ ഇല്ലാതിരുന്നൊരു പുതുഭാവവും. വിറയിൽ അവളുടെ ശരീരത്തെ ബാധിക്കുമ്പോൾ അർജുൻ അത് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് ഊറി ചിരിച്ചു. റെയിലിങ്ങിലായി വന്നിടിച്ചു നിന്ന മാളുവിൻ്റെ ഇരു സൈഡിലും അർജുൻ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ നേരിയ ഞെട്ടിലോട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു അവൾ. കണ്ണുകൾ പിടപ്പോൾ അവൻ്റെ മുഖത്തേക്ക് തെന്നി നീങ്ങി. എൻ്റെ സാമീപ്യമാണോ മാളവിക നിന്നെ ഇങ്ങനെ ആക്കുന്നത്? അതോ കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മയോ? അവളിലേക്ക് മുഖം അടുപ്പിച്ച് കാതിൽ മെല്ലെ ചുണ്ടുരസിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ മാളൊന്ന് പിടഞ്ഞുപോയി.
തന്നിൽ തട്ടിത്തെറിക്കുന്നവൻ്റെ ചുടുനിശ്വാസത്തിൽ ഇത്രയും അടുത്തുള്ള ആ നിൽപ്പും അവൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഗന്ധവും അവളിൽ പുതുവികാരങ്ങൾ ജനിപ്പിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു. പറ മാളൂസേ, എന്തെൻ്റെ ക്രീപ്പർക്ക് പറ്റിയത്? ആ ചോദ്യത്തിനൊപ്പം അർജുൻ്റെ ശരീരം അവളിലേക്ക് അമർന്നു. കൈകൾ റെയിലിങ്ങിൽ നിന്നും അവളുടെ ഇടുപ്പിലായി സ്ഥാനം പിടിക്കുമ്പോൾ മാളുവിൻ്റെ ശ്വാസം ഉയർന്നു പോയി. എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് വിളിക്കണം എന്നറിയാത്ത അവസ്ഥ. അർജുൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി ഒന്ന് മുറുകുമ്പോൾ മാളൊന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അജുവേട്ടാ. എങ്ങനെയൊക്കെയോ അവൾ തപ്പിപ്പെറുക്കി വിളിക്കുമ്പോൾ അർജുൻ്റെ കണ്ണുകളൊന്നും വിഴിഞ്ഞു. അവൻ ഉടനടി അവളിൽ നിന്നും ഒന്ന് അകന്നു മാറി. വാട്ട് ഡിഡ് യു കോൾ മീ? ഒരു കൈ മടക്കി വെച്ച് മറുകൈ ചുണ്ടിൽ അമർത്തി തൻ്റെ ചിരിയെ തടഞ്ഞുകൊണ്ട് അവൻ അവളോടായി ചോദിക്കുമ്പോൾ മാളു വല്ലായ്മയോട് അവനൊന്ന് നോക്കി. അത് പിന്നെ ഞാൻ അജുവേട്ടാന്ന് അവളവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. എടോ മാളവികയെ, നമുക്കിടയിൽ ഈ വിളിയൊന്നും വേണ്ട. ഈ 19s ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിളിയൊക്കെ ഇപ്പോൾ ഭയങ്കര ബോറാടോ. അതുമാത്രമല്ല, എനിക്കിതിനോടൊന്നും താല്പര്യം ഇഷ്ടമില്ല. സോ യു കോൾ മീ അർജുൻ, അജു ഓർ വാസു. ഈ മൂന്നിലേതാണോ തനിക്ക് വിളിക്കാൻ താല്പര്യം അത് വിളിക്കാം. അല്ലാതെ ഏട്ടൻ, അജു ഏട്ടൻ എന്നൊന്നും ബഹുമാനം കലർത്തിയുള്ള വിളിയൊന്നും നമുക്കിടയിൽ വേണ്ട. യുനോ, ഒരാളോട് നമ്മൾ ബഹുമാനവും ആദരവും കാണിക്കേണ്ടത് പ്രവൃത്തി കൊണ്ടാണ്. എന്തിനേറെ നമ്മുടെ ഒരു സ്പെല്ല് കൊണ്ട് പോലും അത് സാധിക്കും. പുറമേ ഒന്ന് വിളിച്ച് ഉള്ളിൽ മറ്റൊന്ന് കാണിക്കുന്നതിനേക്കാൾ നല്ലതല്ലടോ അത്. അതുമാത്രമല്ല, നമുക്കിടയിൽ ഈ വക റെസ്ട്രിക്ഷനൊന്നും വേണ്ട. ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ? ഗൗരവം കലർത്തി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ മാളു ചെറു ചിരിയോട് അവനത് കേട്ടു നിന്നു. വ്യത്യസ്തമായി മാറി വരുന്നവൻ്റെ പ്രവൃത്തിയിൽ അവനെ കൂടുതൽ അറിയുകയായിരുന്നവൾ. അതുപോലെ അവൻ ഇനിയും കൂടുതൽ അറിയാനുള്ളത് പോലൊരു തോന്നൽ. അതെ മാളൂസേ. പെട്ടെന്ന് തൊട്ടരികിൽ നിന്ന് കേട്ട അവൻ്റെ ശബ്ദത്തിൽ മാളു ഓർമ്മയിൽ നിന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് അവനൊന്ന് നോക്കി. എന്താലോചിച്ച് നിൽക്കുക? ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? മനസ്സിലായി യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠ. അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നേ, പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ഈ സിനിമാ നടൻ. വെരി വെരി ഡിഫിക്കൽട്ടി. ഇരു കൈയും റെയിലിങ്ങിലായി പിടിച്ചുകൊണ്ട് അവൾ നേർമയിലൊന്ന് ചിരിച്ചു. എന്നാൽ ഉടനടി അർജുൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നടി മോളൂസേ, ഇത് ജസ്റ്റ് സാമ്പിൾ. അവളെ മുഴുവനായൊന്ന് ഒഴിഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ അർജുൻ പറയുമ്പോൾ അവൻ്റെ ആ ഭാവത്തിൽ മാളൊന്ന് വിറച്ചു പോയി. അത്യാവശ്യം വലിപ്പമാർന്ന റൂമിൽ അരണ്ട വെളിച്ചത്തിൽ കാലിന്മേൽ കാലി കയറ്റി വെച്ചിരിക്കുന്ന ഒരുവൻ്റെ മുന്നിലായി മറ്റു രണ്ടുപേരും. ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസും അവൻ്റെ മുറുകിയ മുഖത്തിനൊരു അലങ്കാരമായിരുന്നു. സർ, ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടെ ടൈം താ. ആ അർജുൻ വസിഷ്ഠയെ തറ പറ്റിക്കാനുള്ള എന്തെങ്കിലും വഴി നമുക്ക് തുറന്നു കിട്ടാതിരിക്കില്ല. മാരേജൊക്കെ കഴിഞ്ഞതിൽ പിന്നെ ആള് കൂടുതലും പേഴ്സണൽ ലൈഫിൽ ബിസിയാണ്. സോ ഈ ടൈം നമുക്കുള്ളതാണ്. അവന് മേൽ സാറിന് ഉയരാനുള്ള നല്ല ബെസ്റ്റ് ടൈം. കൂട്ടത്തിലുള്ള ഒരാൾ ഗൗരവപൂർവ്വം അത് പറയുമ്പോൾ അയാളുടെ ശ്രദ്ധ അവിടേക്കായി. ആ മുറുകിയ മുഖത്തിന് ഇപ്പോൾ ഒരയവ് വന്നതുപോലെ തോന്നിയവർക്ക്. ഈവൻ ശ്രേഷ്ഠ വിഘ്നേഷ്, അർജുന് മുന്നേ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന നിമിഷനേരം കൊണ്ട് വളർന്നുയർന്നവൻ, ജനമനസ്സുകളെയൊക്കെ വളരെ പെട്ടെന്ന് കീഴടക്കിയവൻ. എന്നാൽ അർജുൻ്റെ വരവോടെ വിഘ്നേഷിൻ്റെ ഡിമാൻഡ് മൊത്തത്തിൽ ഇടിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയും നാൾ ശ്രേഷ്ഠ വിഘ്നേഷിൻ്റെ ഒരു ഡേറ്റിനായി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ പിന്നെ പിന്നെ അർജുനിലേക്ക് നീങ്ങി. അവൻ്റെ അഭിനയ മികവ് കൊണ്ട് അർജുൻ തനിക്കൊരു സ്ഥാനം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുക്കുമ്പോൾ അവിടെ കൊണ്ട് തുടങ്ങുകയായിരുന്നു വിഘ്നേഷിൻ്റെ പതനം. അതവൻ്റെ ജീവിതത്തിലേറ്റ ഒരടി തന്നെയായിരുന്നു. തന്നോട് ഡേറ്റ് ചോദിച്ച് പുറകെ നടന്നവരൊക്കെ അർജുനെ വാനോളം ഉയർത്തുമ്പോൾ വിഘ്നേഷിന് അർജുനോടായി കലി മുഴുവൻ. കാലക്രമേണ അത് ആഴം കൂടിയിരുന്നു. ചുരുക്കി പറഞ്ഞ അർജുൻ്റെ നാശത്തിനാണ് ഇപ്പോൾ വിഘ്നേഷിന് ശ്രമം മുഴുവൻ. കൂട്ടിനവൻ്റെ 2 ഗാർഡ്സും. ഇരുന്നയിടത്ത് നിന്നും എഴുന്നേറ്റ് അവൻ തൻ്റെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കൈ നീട്ടുമ്പോൾ അവരിലൊരാൾ അടുത്ത ടേബിളിലിരുന്ന മദ്യക്കുപ്പി പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി ഐസ് ക്യൂബ് ഇട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അർജുൻ വസിഷ്ഠ എന്ന് അവനെ തളക്കാനുള്ള റാണിയായി എനിക്ക് വേണ്ടത്. അതെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ഉയർത്തി എഴുന്നേൽക്കില്ല. എനിക്ക് ശേഷം വന്നവൻ എന്നേക്കാൾ ഉയരത്തിൽ പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒറ്റ എണ്ണത്തിനും എൻ്റെ ഡേറ്റ് വേണ്ട. എന്നെ പൂർണ്ണമായും എല്ലാവരും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ ഒറ്റൊരാൾ കാരണം. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. വൈശാഖിൻ്റെ ന്യൂ ഫിലിമിൽ ഞാനാണ് ഹീറോ എന്ന് അയാൾ നേരത്തെ അനൗൺസ് ചെയ്തതാ. എന്നാൽ ഇപ്പോൾ പറയുന്നു ആ റോൾ അർജുനാണ് അക്സെപ്റ്റ് ആവുന്നത്, അതുകൊണ്ട് അവന് കൊടുക്കാമെന്ന്. ഇല്ല, ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അവനെങ്ങനെയും എനിക്ക് തറ പറ്റിക്കണം. ഇതെൻ്റെ വാശിയാണ്. അത് പറയുന്നതിനൊപ്പം കയ്യിലിരുന്ന ഗ്ലാസ് പോലും അവൻ്റെ കൈക്കൊള്ളിലിരുന്ന് ഞെരിഞ്ഞു. സാറ് ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളല്ലേ സാറിൻ്റെ കൂടെയുള്ളത്. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിലേക്ക് തന്നെ വരാതിരിക്കില്ല. ഞങ്ങളിപ്പോൾ പൂർണ്ണ സമയവും അവൻ്റെ പിന്നാലെയുണ്ട്. ഉടനെ തന്നെ സാറിന് വേണ്ടി ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കും. ഷുവർ.
അവരിരുവരും അവന് ധൈര്യം പകരുമ്പോൾ അർജുൻ്റെ ഓർമ്മയിൽ അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു പറഞ്ഞു. പുറത്തെ ഓപ്പൺ പ്ലേസിനരികിലായുള്ള സ്വിമ്മിംഗ് പൂളിൽ കാലിട്ടെന്തോ ചിന്തിച്ചിരിപ്പാണ് ധനു. അവൾക്ക് ഓപ്പോസിറ്റായി വർഷയുണ്ട്. രാവിലെ തന്നെ പോയ പോലെ തിരിച്ചു വന്നതാണ് വർഷ. അത് വെറുതെ ഒന്നല്ല, റാമിൻ്റെ നിർബന്ധത്തിൽ തന്നെയാണ്. നേരം കുറെ ആയല്ലോ ഇന്ന് തല പൊകിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താ സ്വപ്നം കാണുവാണോ? തൻ്റെ കാൽ കൊണ്ട് വെള്ളം ധനുവിൻ്റെ കാലിലേക്ക് തെന്നി നീക്കിക്കൊണ്ട് വർഷ ചോദിക്കുമ്പോൾ ധനു കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവളിലേക്ക് മിഴികൾ മാറ്റി. ഞാൻ നീ പറഞ്ഞത് ആലോചിക്കുമായിരുന്നു. ധനുവിൽ നിന്നും വന്ന ആ മറുപടി കേൾക്കിയ വർഷയുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് തിളങ്ങി. ഞാൻ ഈ പറയുന്നതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങൾ ഒന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടുമാണ്. എന്തായാലും അർജുനെ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, അർജുൻ സ്നേഹിച്ചത് എന്നെയല്ലല്ലോ, നിന്നെയല്ലേ. അപ്പോൾ ഒന്നിക്കേണ്ടത് നിങ്ങളല്ല ധനു. ധനുവിൻ്റെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു. എങ്കിലും ആ നിമിഷം ഉള്ളു മുഴുവൻ അർജുനായിരുന്നു. അവളുടെ മുഖത്തിൽ നിന്ന് ആഹ്ലാദത്തോടെ വർഷ അത് മനസ്സിലാക്കുകയും ചെയ്തു. ധനു, നിന്നെ ചതിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ. നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കാം. ഞാൻ മാത്രമല്ല, നമ്മളുടെ കൂടെ അങ്കിളുണ്ടാവും. അത് ഏതറ്റം വരെയും. നിന്റെ ഒരു സമ്മതം മാത്രം മതി നമുക്ക്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്. നിന്നെ അർജുന് മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലുമില്ല ധനു. കാരണം അത്രയും ഡീപ്പായാണ് അവൻ നിന്നെ സ്നേഹിച്ചത് മുഴുവൻ. നിനക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ അവനെ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെ കഴിയും? ഇപ്പം അവൻ്റെ ഉള്ളു മുഴുവൻ മാളവിക എന്ന പെണ്ണിൻ്റെ ജീവിതം താൻ കാരണം നശിക്കത്തുന്ന മാനസിക പരിഗണന മാത്രമാണ്. അല്ലാതെ അവന് നിന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ലടാ. ധനുവിൻ്റെ തൻ്റെ ശ്വാസമെടുപ്പ് ആകെ ഉയർന്നു പോകുന്നതായി തോന്നി. അതോടൊപ്പം മനസ്സും കൈയും ആകെ മരവിക്കുന്നത് പോലെ. ഓക്കെ, ഞാൻ പറയുന്നത് നീ കണക്കിലെടുക്കണ്ട. പകരം മറ്റൊന്ന് ചെയ്യ്. നിങ്ങൾ മാത്രമാകുന്ന നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും അവനെ കണ്ണിലേക്ക് നീ ഒന്ന് നോക്ക്. നിനക്ക് അപ്പം മനസ്സിലാകും ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന്. ആ, എന്തായാലും അധികം കാത്തിരിക്കണ്ട. ദേ അർജുൻ വരുന്നുണ്ട്. വർഷ എങ്ങോട്ട് നോക്കിക്കൊണ്ട് അത് പറയുമ്പോൾ ധനു ഞെട്ടലോട് അതിവേഗം തിരിഞ്ഞു നോക്കി. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. അലസമായുള്ള ആ നടത്തവും തന്നിൽ തറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും ചുണ്ടിലെ നേരിയ ചിരിയും കാണുകെ തൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്നതായി തോന്നി അവൾക്ക്. എന്താണ് വർഷ മേഡം പോയതുപോലെ തന്നെ അതേ സ്പീഡിൽ തിരിച്ചു വന്നേ? ഞാൻ കരുതി ഈ അടുത്തൊന്നും നീ വരവുണ്ടാവില്ലെന്ന്. ധനുവിൽ നിന്നും കണ്ണുകൾ മാറ്റി വർഷയോടായി അല്പം പരിഹാസത്തോടത് പറയുമ്പോൾ അവൻ്റെ ശബ്ദമാണ് ധനുവിനെ ഉണർത്തിയത്. അവൾ ഞെട്ടലോട് അവനിൽ നിന്ന് മുഖം മാറ്റി തിരിഞ്ഞിരുന്നു. വരേണ്ടി വന്നു അർജുൻ. പക്ഷെ മുമ്പത്തെ പോലെ ഒരു ഉദ്ദേശം കൊണ്ടല്ല ഞാൻ വീണ്ടും വന്നത്. കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിന് വേണ്ടി ഇനിയും വാശി പിടിക്കാൻ ഞാനില്ല. സോ എല്ലാം മറവിക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞു. അർജുൻ്റെ കണ്ണുകളിൽ നോക്കി തന്നെ അവളത് പറയുമ്പോൾ അർജുൻ വെറുതെ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ശേഷം അവൻ ധനുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് തൊട്ടരികിലായി ഇരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ തന്നിലൂടെ ആകെ ഒരു വിറയിൽ കടന്നു പോകുന്നതായി തോന്നി അവൾക്ക്. മുഖമൊയിട്ട് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അർജുൻ കാലുകൊണ്ട് വെള്ളത്തിൽ ഒന്നോ രണ്ടോ തട്ടി ഇളക്കിക്കൊണ്ട് മെല്ലെ മുഖം ചരിച്ച് ധനുവിനൊന്ന് നോക്കി. മുഖമൊയിട്ട് നോക്കുന്നില്ലെന്ന് മാത്രമല്ല, മടിയിലിരിക്കുന്ന അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നതായി തോന്നുന്നു അർജുന്. ശ്രീ. അവൻ്റെ ആ വിളിയിൽ ധനു കണ്ണുകൾ അമർത്തിയടച്ചു. ഒരു തുള്ളി കണ്ണുനീർ വലത്തേക്ക് അവളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ ഈ നിമിഷം താനൊന്ന് മരിച്ചു വീണേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയവൾ. എങ്കിലും മുഖമൊയിട്ട് നോക്കാൻ മാത്രം അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഉടൻ തൻ്റെ കൈകളിൽ പിടുത്തപ്പെട്ട അർജുൻ്റെ കൈച്ചൂടിൽ പൊള്ളിപ്പിടിഞ്ഞ പോലെ ധനു കണ്ണുകൾ തുറന്ന് മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ അവളുടെ നിറഞ്ഞു കവിയുന്ന കണ്ണുകളിൽ ഞെട്ടലോടെ നോക്കിയിരുന്നു പോയി അർജുൻ.